പ്രിയ സുഹൃത്തുക്കളെ, മണാലിയിലെ ടിബറ്റൻ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയുടെ മുന്നിൽ നിൽക്കുകയാണ് ഞാൻ. കണ്ടോ? അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ബുദ്ധമതം അത് വളരെ സമാധാന മതമാണ്. വളരെ പീസ്ഫുള്ളായിട്ടുള്ള സമാധാനപ്രിയരായിട്ടുള്ളവരാണ് ബുദ്ധിസ്റ്റുകൾ. അപ്പോൾ ആദരണീയമായ ആ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയെ പരിചയപ്പെടുത്താം. ഓക്കെ, ബൈ. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, ടിബറ്റൻ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയാണ് ഈ കാണുന്നത്. ഹിമാലയൻ അവിടെ എഴുതിയിട്ടുണ്ട്. മ്യാൻമാർ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി ഉണ്ടോ? അതാണ് ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയിലെ കാഴ്ചകൾ. കണ്ടോ? ഈ സൈഡിൽ ഇങ്ങനെ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി കണ്ടുകൊണ്ട് പോകാം. ഇതുപോലെയുള്ള ഇത് ഇങ്ങനെ, അതാണ് അതിലെ പ്രാർത്ഥന. അപ്പോൾ അത് ഇങ്ങനെ കറക്കി വിടുന്നു. അതിനകത്ത് പ്രാർത്ഥനാ മന്ത്രങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ മതി. ഏയ് ബേബി, ബായ് ബായ്. तुम्हारा नाम ब्यूटीफुल नहीं. बाय 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 बाय. ആൾക്കാർ പോകുമ്പോൾ കറക്കി വിട്ടു പോകുന്നതാണ്. ഇവിടെ ഇത് മെഡിറ്റേഷൻ നടത്താവുന്നതാണ്. ബുദ്ധൻ പ്രതിമ. ബുദ്ധ പ്രതിമ. ബുദ്ധ കണ്ടില്ലേ? ബുദ്ധ മനോഹരമായ ബുദ്ധപ്രതിമ. പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും മനോഹാരിതയുള്ള ഒരു പ്രതിമ അധികം കണ്ടിട്ടില്ല. ബുദ്ധിസ്റ്റ് മന്ത്രോച്ചാരണങ്ങൾ നടത്തുകയാണ്. ബുദ്ധം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി. അങ്ങനെയൊക്കെ ഉള്ള മന്ത്രങ്ങൾ ഇവിടെയുണ്ട്. അതാണ് ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയിലെ കാഴ്ചകൾ. ഇവിടെ ഇന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്ന സുഹൃത്തുക്കളുണ്ട്. മെഡിറ്റേറ്റ് ചെയ്യാം. മുകളിലേക്ക് കൂടി കയറി പോകാവുന്നതാണ്. മെഡിറ്റേഷൻ ഹാൾ. സൈലൻസ്. ഇതിനുള്ളിൽ സൈലൻസ് ആണ്. അതുകൊണ്ട് ഇനി ശബ്ദം ഉണ്ടാകുന്നതല്ല. സുഹൃത്തുക്കൾ ക്ഷമിക്കുക.
അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, വീണ്ടും മാൾ റോഡിൽ വന്നെത്തിയിരിക്കുകയാണ്. മാൾ റോഡിൽ നിൽക്കുകയാണ്. നല്ല തിരക്കാണ് ഇപ്പോൾ സമയം കഴിയും തോറും. അപ്പോൾ കുറച്ച് സമയം ഷോപ്പിങ്ങിന് വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കാര്യമായിട്ട് ഷോപ്പിംഗ് ഒന്നുമില്ല. അപ്പോൾ അതിൽ ഫാമിലി ആയിട്ട് വന്നവരുണ്ട്. അവർ കുറേ ഷോപ്പിങ്ങിനൊക്കെ കയറിയിരിക്കുകയാണ്. കണ്ടോ, ഇവിടെ ഇത്രയും ഭാഗം ജനങ്ങൾക്ക് നടക്കാനായിട്ട് സംവിധാനം ചെയ്തിരിക്കുകയാണ്. ഇവിടെ വാഹനങ്ങളൊന്നും പ്രവേശിക്കുന്നില്ല. കണ്ടോ, നമ്മുടെ നാട്ടിലും ഇത്തരം സ്ഥലങ്ങൾ ആവശ്യമാണ്. പിന്നെ ആളുകൾക്ക് സ്വസ്ഥമായിട്ടിരിക്കാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഇരിക്കാം. ഓക്കെ, ബൈ. അപ്പോൾ പിള്ളേർ അതിനകത്ത് ഇരിക്കുന്നുണ്ട്. അവിടെ വന്ന് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും. ഇവിടെ ഒരല്പനേരം ഇങ്ങനെ ഇരിക്കാം. ഇരുന്നുകൊണ്ട് ആളുകളെ വീക്ഷിക്കാൻ പറ്റും. അപ്പോൾ അല്പം ക്ഷീണം മാറിയിട്ട് പതുക്കെ എഴുന്നേറ്റ് നടക്കാൻ പറ്റും. കണ്ട, വളരെ ക്ലീനാണ്. ഇത്രയും ആളുകൾ നടക്കുന്നെങ്കിലും ഒക്കെ വളരെ ക്ലീനായിട്ടാണ് സൂക്ഷിക്കുന്നത്. പിന്നെ വാഹനങ്ങൾക്ക് ഈ പ്രവേശനം ഈ ഭാഗങ്ങളിലില്ല. വിവിധതരം കച്ചവടങ്ങളാണ് ഇവിടെ നടക്കുന്നത്. എല്ലായിടത്തും ആളുണ്ട്. എല്ലാം ഗംഭീരമായ കച്ചവടമാണ് നടക്കുന്നത്. ആളുകൾ വന്ന് തട്ടാതിരിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങോട്ടങ്ങോട്ട് പോകുമ്പോൾ ആളുകൾ തട്ടിത്തട്ടിയാണ് നടക്കുന്നത്. എന്താ തിരക്ക്. നമുക്ക് തോന്നും ഈ ആളുകളെല്ലാം കൂടെ എന്തിനിങ്ങനെ നടക്കണമെന്ന്. എല്ലാവരും ഇത് തന്നെ, ഷോപ്പിംഗ്, പിന്നെ ഉല്ലാസ നടത്തം, ഒരു ചായ കുടിക്കുക, പിന്നെ പാവ് ബജി, പലതരം വിഭവങ്ങളുണ്ട്. അനവധി ഹോട്ടലുകളുണ്ട്. സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, കോണ്ടിനെൻ്റൽ, നാടൻ, അങ്ങനെ പലതരം ഡിഷസ് ഇവിടെയുണ്ട്. കണ്ടോ, ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. എല്ലായിടത്തും ആളുകളാണ്. ഹലോ, നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. മണാലിയിൽ നിന്ന് ഇന്ന് രാവിലെ ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. ആദ്യം ചണ്ഡീഗഡിലേക്കും പിന്നെ അവിടെ നിന്ന് നാട്ടിലേക്കും. അപ്പോൾ രാവിലെ ഒന്ന് നടക്കാനിറങ്ങിയതാണ്. ഇപ്പോൾ സമയം 7:45 ആയെങ്കിലും നല്ല തണുപ്പുണ്ട്. സൂര്യനൊക്കെ മാമല മുകളിൽ ഉദിച്ചുയർന്നു. ഇപ്പോൾ ഞാൻ നടക്കുന്നതിൻ്റെ ഒരു വശത്ത് ബിയാസ് നദിയാണ്. കാണിച്ചു തരാം. ബിയാസ് നദി മൂലം കുത്തി ഒഴുകുകയാണ്. നല്ല ഒഴുക്കാണ് ഇവിടെ. ഐസിൻ്റെ തണുപ്പും ഉണ്ട്. ഉണ്ടോ? അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ ബിയാസ് നദിയുടെ തീരത്ത് കൂടി നടന്നുകൊണ്ടിരിക്കുന്നു. നല്ല ഉന്മേഷദായകമായ ഒരു അന്തരീക്ഷം. പിന്നെ ഇന്നലെ ഹിഡിംബ ക്ഷേത്രത്തിൽ പോയപ്പോൾ അവിടെ നിന്ന് ഹിമാചലിൻ്റെ തനത് വേഷത്തിൽ ഉൾപ്പെടുന്ന ഒരു ക്യാപ്പ്, തൊപ്പി കിട്ടി. അത് നല്ല രസമുണ്ടെന്ന് തോന്നി. അത് വാങ്ങി തലയിൽ വച്ചിരിക്കുകയാണ്. അപ്പോൾ 7:45 ഇനി നടന്ന് നമ്മുടെ റിസോർട്ടിലെത്തണം. 8 മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ്. അധികം താമസിയാതെ 8:30 ഇവിടെ നിന്ന് തിരിക്കേണ്ടതുണ്ട്. 8:30 തിരിക്കേണ്ടതുണ്ട്. കാരണം നീണ്ട യാത്രയാണ് ചണ്ഡീഗഡിലേക്ക്. ഇന്നൊരു ഫുൾ ഡേ യാത്രയായിരിക്കും ചണ്ഡീഗഡിലേക്ക്. എന്നിട്ട് നാളെ രാവിലെ അവിടെ നിന്ന് തിരിക്കുകയും പ്ലെയിനിൽ ബോംബെ വഴി കൊച്ചിയിലേക്ക് പോവുകയും ചെയ്യും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അധികം സമയമില്ലാത്തത് കൊണ്ട് ബാക്കി വിശേഷങ്ങളുമായി പിന്നീട് കാണാം. ബൈ.